പാലം കയറി റോഡ് എത്തിയപ്പോൾ വഴിയിൽ ആരോ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഡീ, നന്ദേട്ടനല്ലേ? ദേവ് ചോദിച്ചു. അറിയില്ല, ആണെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം. തെങ്ങിൻ തോപ്പിലിരുന്ന് രാത്രി കമ്പനി കൂടിയതാണ്. ഒരു കൈയും കാലും റോഡിലാണ്. അയ്യോ, നന്ദേട്ടൻ തന്നെ. ദേവ് പേടിച്ചു. പേടിക്കണ്ട, ഫിറ്റായി കിടക്കുന്നതാ. വാടി, ഒന്ന് നീക്കി കിടത്താം. ദേവ് റോഡിന്റെ ഇരുവശത്തേക്ക് നോക്കി. പോടി, നീ വേണമെങ്കിൽ കിടത്തിക്കോ. നീതു കൈയൊഴിഞ്ഞു. ദേവ് ബാഗ് നീതുവിനെ ഏൽപ്പിച്ചു. നന്ദന്റെ അടുത്തേക്ക് ചെന്നു. ആ കിടപ്പ് കാണുമ്പോൾ എന്തോ വിഷമം തോന്നുന്നു. അവനെ തൊടാൻ പോവാണെന്നറിഞ്ഞതും മനസ്സ് തുള്ളിച്ചാടാൻ തുടങ്ങി. അടിവയറ്റിൽ ഒരു പ്രത്യേക സുഖം. മെല്ലെ അവന്റെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈയൊന്ന് വിറച്ചു. ആദ്യ സ്പർശനം. വിറയലോടെ തന്നെ അവന്റെ കൈ പിടിച്ചു വലിച്ചു. മലർന്നു കിടക്കുമ്പോൾ ഷർട്ടിന്റെ ബട്ടൺസ് വിട്ട് കഴുത്തിലെ കറുത്ത ചരട് പുറത്തു കാണുന്നു. ദേവുവിന്റെ മിഴികൾ അങ്ങോട്ടായി. കണ്ണുകൾ ഇറുക്കിയടച്ച് അവൾ ശക്തിയായി വലിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നില്ലടി. ദേവ് ക്ഷീണിച്ചു. ബെസ്റ്റ്. നീത് രണ്ടു ബാഗും റോഡ് സൈഡിൽ വെച്ച് നന്ദന്റെ മറ്റേ കൈയിലും പിടിച്ചു വലിച്ചു. രണ്ടാളും അവനെ ഓരത്തേക്ക് ചേർത്ത് കിടത്തി. ഓ, എന്ത് വെയിറ്റാടി. നീതു കിതപ്പോടെ കൈ കുടഞ്ഞു. എന്താ മക്കളെ? കുടുംബശ്രീ ഉഷാറാണി കയ്യിൽ പശുവിനെയും പിടിച്ച് നെറ്റി ചൊളിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. ഒന്നുമില്ല, റോഡിൽ നിന്ന് നീക്കി കിടത്തിയതാ. വല്ല വണ്ടി കയറിയാലോ? നീതു അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ പറഞ്ഞു. ഓ, വല്ല വണ്ടി കയറി ചാവണം. എന്നാലാ നാട് നന്നാവൂ. ഉഷ നന്ദനെ ദേഷ്യത്തോടെ നോക്കി. ദേ, നിങ്ങൾ പോവാൻ നോക്ക്, നീതു ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, അവന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പൊള്ളിയോ? അവരെന്തോ സംശയിച്ച മട്ടിൽ രണ്ടാളെയും നോക്കി. പൊള്ളി. തൽക്കാലം പരദൂഷണ റാണി അങ്ങ് പോയാട്ടെ. നീതു കൈകൂപ്പി രണ്ടു ഭാഗം എടുത്ത് ദേവുവിന്റെ കയ്യിൽ വലിച്ചു നടന്നു. നീതു അവളുടെ മുഖത്തേക്ക് നോക്കി. ഉഷ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴും അവൾ മുക്തിയായിട്ടില്ല. കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും പാവ പോലെ അവൾ ചലിച്ചു. ഹാ, മോള് വന്നല്ലോ. ഇതാരാണെന്ന് മനസ്സിലായോ? അച്ഛൻ ഇടതുഭാഗത്തെ സെറ്റിയിലേക്ക് കൈ ചൂണ്ടി. ദേവ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് തലചിരിച്ചു നോക്കി. ദേവ് ഞെട്ടി. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ദീപക്കേട്ടൻ. ദീപക്കിന്റെ മുഖത്ത് ചിരി. ദേവ് തലതാഴ്ത്തി. മോൾക്ക് അറിയില്ലേ? അവളുടെ മുഖത്തെ പതർച്ച കണ്ട് നാരായണൻ നെറ്റിചുളിച്ചു. പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? കുറച്ചു കടുപ്പത്തോടെ ദീപക് പറഞ്ഞതും ദേവു അച്ഛനെ നോക്കി. വേഗം അവരെ മറികടന്ന് മുറിയിലേക്ക് ചെന്നു. അടുക്കളയിൽ നിന്ന് മാലിന്യ ശോഭയും ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചു. നീ എന്തേ പെട്ടെന്നിങ്ങ് വന്നേ? ദർശൻ ചോദിച്ചു. അവരെന്തിനാ ഏട്ടാ ഇവിടെ വന്നത്? നിന്നെ പെണ്ണ് ചോദിക്കാൻ. ദർശൻ ചിരിച്ച് ബെഡിലേക്കിരുന്നു. അവനോ? അവൻ വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ദേവ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കണ്ണു നിറച്ചു. അവനെന്തേ കുഴപ്പം? നിന്നെ മതിയെന്ന് പറഞ്ഞു ചോദിച്ചു വന്നതാ. പൊന്നു മുതലൊന്നും വേണ്ട എന്ന് അച്ഛന് നന്നായി ബോധിച്ചു. വേണ്ട, അയാളെ എനിക്ക് അറിയാവുന്നതാ. കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്, ദേവ് പറഞ്ഞു. ഓ, അതാണോ? അതൊക്കെ ദീപക് പറഞ്ഞു. അയാൾ അതൊക്കെ അന്നേ മറന്നു. ഇല്ല, മറന്നില്ല. മറക്കില്ല. അങ്ങനെയൊന്നും മറക്കില്ല, ദേവ് പറഞ്ഞു. ദേ, വെറുതെ ഓരോന്ന് പറയാൻ നിന്നാൽ വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. മര്യാദയ്ക്ക് മുഖം കഴുകി അവിടേക്ക് വരാൻ നോക്ക്. ദർശൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ദേവ് കരച്ചിലിന്റെ വക്കിലെത്തി. എന്തായാലും അച്ഛനോട് പറയാം. ബാത്റൂമിൽ കയറി മുഖം കഴുകി വന്നു നിന്നു. ആരുടെയും മുഖത്ത് നോക്കാനോ ചിരിക്കാനോ നിന്നില്ല. അച്ഛനും അവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. അവർ പോവാണെന്ന് പറഞ്ഞതും വേഗം മുറിയിലേക്ക് ചെന്നു. ബെഡിൽ വീണു. അച്ഛനോട് എന്തായാലും പറയണം. നന്ദേട്ടനെ കിട്ടില്ലെന്ന് ഉറപ്പാണ്. പക്ഷെ ഒരിക്കലും ദീപകിന്റെ ഭാര്യയാവില്ല. കുറച്ചു കഴിഞ്ഞ് അച്ഛനും അമ്മായിയും മുറിയിലേക്ക് വന്നു. എനിക്കിത് വേണ്ടച്ചാ. ഓടിച്ചെന്ന് ആ നെഞ്ചിൽ വീണ് കരഞ്ഞു. അയ്യേ, മോള് കരയാണോ? പേടിക്കണ്ട. ദീപക് അച്ഛനോട് എല്ലാം പറഞ്ഞു. ദീപക് അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അന്നത്തെ ഇഷ്ടം ഇപ്പോഴും മനസ്സിലുള്ളതുകൊണ്ടാ അയാൾ ഇത്രയും അന്വേഷിച്ച് കണ്ടെത്തിയത്. ഒന്നും വേണ്ട, മോളെ മാത്രം മതിയെന്ന് പറയുക ചെയ്ത്. അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കാരണമാവില്ലേ അയാൾ അന്വേഷിച്ചു വന്നത്? അച്ഛന്റെ വാക്കുകൾക്ക് മുന്നിൽ ദേവ് ഉത്തരം കിട്ടാതെ നിന്നു. ഒന്നും പറയാതെ മിഴികൾ തുടച്ചു. അച്ഛൻ പിന്നെയും ദീപകിനെ പുകഴ്ത്തുന്നുണ്ട്. അച്ഛൻ തലയിൽ ഒന്ന് തലോടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. നിനക്കെന്താടി ആ ചെക്കനെ ബോധിക്കാത്തെ? കോളേജിൽ എന്തോ തമാശ ഉണ്ടായെന്ന് കരുതി. നല്ല ബന്ധമാണ്, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഏട്ടൻ നിന്നെ അങ്ങനെ കണ്ണിൽ കണ്ട കൊടിയനെയൊന്നും അല്ലല്ലോ കെട്ടിച്ചു കൊടുക്കുന്നത്. ശോഭ രൂക്ഷമായി പറഞ്ഞിട്ട് ഏട്ടന്റെ പിറകെ പോയി. ദേവ് ബെഡിലേക്ക് ചാഞ്ഞിരുന്നു. രാവിലെ എഴുന്നേറ്റ് കോളേജിൽ പോകുമ്പോൾ ആരോടും മിണ്ടിയില്ല. അച്ഛനും അമ്മയും മാറി മാറി ഓരോന്ന് പറഞ്ഞെങ്കിലും ഒന്നിനും ഉത്തരം നൽകാതെ ഭക്ഷണം പോലെ എടുക്കാതെ ഇറങ്ങി. നീതും ദേവുവിനെ കണ്ടപ്പോൾ ആകെ കിളിപോയ മട്ടിലാണ്. കണ്ണെഴുതാതെ പൊട്ടുകുത്താതെ മുടി മാത്രം കെട്ടിക്കൊണ്ട്. എന്തു പറ്റി നിനക്ക്? നീതു അവളുടെ കൈ പിടിച്ചു നിർത്തി. കൈ വലിച്ചു വിട്ട് അവൾ മുന്നോട്ട് നടന്നു. നിന്റെ അച്ഛനും ഏട്ടനും ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ദേവു നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി.
നിനക്ക് വല്ല പ്രേമമുണ്ടോന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? ആരുമില്ലെന്ന് പറഞ്ഞത്. എന്താ കാര്യം? ഉഷാറാണി എന്തെങ്കിലും വീട്ടിലെത്തിച്ചോ? ഉഷാറാണിയല്ല, ദീപക്. അവനാണ് വീട്ടിലെത്തിയത്. പെണ്ണ് ചോദിച്ചിട്ട് ദേവ് പറഞ്ഞു. അവനോ? നീതുവിന്റെ കണ്ണുകളിൽ ഞെട്ടൽ. അവൻ എന്തിനാ എന്നെ വിവാഹം ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അത് അച്ഛനും ഏട്ടനും മനസ്സിലാവുന്നില്ല. ദേവ് കരച്ചിൽ തുടങ്ങിയിരുന്നു. ഏയ്, നീ കരയാതിരിക്കെ. അമ്മയോട് പറഞ്ഞാൽ പോരെ? ഇല്ല, അമ്മയും അച്ഛൻ്റെ വാക്കേ കേൾക്കൂ. പിന്നെ എന്തു ചെയ്യാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ദേവ് കണ്ണുകൾ തുടച്ചു. കുമാരേട്ടന്റെ ചായക്കടയിൽ നന്ദനെ കണ്ടു. എന്നാൽ ഇന്നത്തെ കാഴ്ചയിൽ അവളുടെ കണ്ണുകളിൽ തികച്ചും നിർവികാരത മാത്രമായിരുന്നു. നന്ദൻ അതൊന്നും അറിയാതെ ചായ ഗ്ലാസും കൈ പിടിച്ച് കൂട്ടുകാരോട് വർത്തമാനത്തിലാണ്. ദേവ് വേദനയോടെ നന്ദനെ നോക്കി ചിരിച്ചു. ഇടയ്ക്ക് പുറത്തേക്ക് നോക്കിയ നന്ദൻ അവളുടെ നോട്ടവും ചിരിയും കണ്ടു. അവൻ അവളെ നോക്കി നെറ്റി ചുളിച്ചു. ദേവ് മുഖം കുനിച്ചുപോയി. കണ്ണുകൾ നീറിപ്പുകയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ദേവു ആരോടും മിണ്ടാതായി. എന്നാൽ നാരായണന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും കണ്ടില്ല. മാത്രമല്ല, നിശ്ചയം വേണ്ട, നേരിട്ട് കല്യാണം മതിയെന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. മാസം 1 കഴിഞ്ഞപ്പോഴേക്കും ദേവു ആകെ തളർന്നു. പഴയ ഉണ്ടച്ചി പെണ്ണിൽ നിന്ന് അവൾ മെലിഞ്ഞ് കൊലുന്നനെയായി. അപ്പോഴും വിവാഹ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു. മാലിനിക്ക് മകളുടെ അവസ്ഥയിൽ പാതി മനസ്സായി. എന്നാൽ ശോഭ നാരായണൻ പിടിച്ചുപിടിയാലെ ആയതുകൊണ്ട് ഭാര്യയുടെ വാക്ക് കേൾക്കാനോ മകളുടെ പരിഭവം കാണാനോ നിന്നില്ല. നാട് മൊത്തം കല്യാണം വിളി തുടങ്ങി. കല്യാണം വിളിക്കുന്ന എല്ലാ വീടുകളിലും മരുമകന്റെ ശമ്പളം 2 ലക്ഷമാണെന്ന് അയാൾ അഭിമാനത്തോടെ പറഞ്ഞു നടന്നു. വൈകുന്നേരം കള്ളുകുടി സഭയിൽ പറയാൻ ഒരു വിഷയം കൂടി കിട്ടി. നാരായണേട്ടന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. ദിനേശ് ബീഡി കടിച്ചു പിടിച്ചു. ഏത്? ആ ഉണ്ടച്ചി പെണ്ണോ? നല്ല പെണ്ണാ. ദേവുവിനെ കാണുന്ന ഓർമ്മയിൽ സോനി ഒന്ന് ചിരിച്ചു. മിണ്ടാതിരിക്കടാ. 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ പെണ്ണുങ്ങളുടെ കൂട്ടം ഇവിടെ വേണ്ടെന്ന്. നന്ദൻ ഉച്ചത്തിൽ ശബ്ദം എടുത്തതും സഭ സൈലന്റായി. തോട്ടിലേക്ക് കാല് നീട്ടി സുനി പാലത്തിലിരുന്നു. ഞങ്ങളെയൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ടല്ലോ നന്ദേട്ടാ. സുനി ചിരിച്ചു. ഈ നാട്ടിൽ നന്ദനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, ദിനേശ് പറഞ്ഞു. എന്നാ? നന്ദൻ ചോദിച്ചു. മറ്റന്നാൾ. ഓ, അപ്പോൾ നാളെ നിങ്ങളൊക്കെ അവിടെ കൂടില്ലേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുടിക്കണം, നന്ദൻ പറഞ്ഞു. അവിടെ നല്ല ഫോറിൻ സാധനം ഒക്കെ വരും, സുനി പറഞ്ഞതും ഓക്കാനിച്ചു. ഓഹോ, എന്നാൽ പോവാൻ നോക്കിക്കേ. നന്ദൻ എല്ലാവരോടും പറഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു. ഞങ്ങളെന്നാ മറ്റന്നാൾ വരാം. ഓ വേണ്ട, അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് നന്ദൻ കൂവി. കല്യാണ വീട് ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞു. എല്ലാ ബന്ധുക്കളും വന്നിട്ടുണ്ട്. ദേവു ആർക്കും മുഖം കൊടുക്കാതെ ദേഷ്യത്തോടെ നടന്നു. മിണ്ടാതെ നടക്കുന്നതിന് കാരണം തിരക്കിയപ്പോൾ നാണമാണെന്ന് പറഞ്ഞ അച്ഛനെ അവൾ പുച്ഛത്തോടെ നോക്കി. ബന്ധുക്കളുടെ മുന്നിലുള്ള വില അച്ഛനായി തന്നെ ഇല്ലാതാക്കുന്നു. ദീപക് ആരാണെന്ന് തനിക്കേ അറിയുള്ളൂ, തനിക്ക് മാത്രം. അമ്മായിയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് നടക്കുന്ന അച്ഛനോട് സഹതാപം തോന്നിപ്പോയി. അങ്ങനെ ഒരു വെള്ളിയും കഴിഞ്ഞു പോകുമ്പോൾ കല്യാണത്തിന്റെ തലേദിവസം വന്നെത്തി. വീട്ടിൽ വീണ്ടും ആളുകൾ നിറഞ്ഞു. നാരായണന്റെയും മാലിനിയുടെയും ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. എന്താ നിന്റെ പ്ലാൻ? കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ നീതു ആരും കേൾക്കാതെ ചോദിച്ചു. നല്ല ബീഫിന്റെ മണം. തലേ ദിവസം ബീഫും ചോറും ആണല്ലേ? ദേവു മൂക്ക് വിടർത്തി. ബീഫ് മാത്രമല്ല, അപ്പുറത്ത് മദ്യസൽക്കാരും ഉണ്ട്. നിന്റെ നന്ദേട്ടനൊഴിച്ച് എല്ലാ ശിങ്കടികളും വന്നിട്ടുണ്ട്, നീതു കയറിവെച്ചു. എന്റെ നന്ദേട്ടൻ എന്ത് രസാ അങ്ങനെ പറയുന്നത് കേൾക്കാൻ. നീ ഒന്നുകൂടെ പറയൂ, ദേവു കെഞ്ചി. നിനക്ക് വട്ടായോ പെണ്ണെ? നീതുവിന് ദേഷ്യം വന്നു തുടങ്ങി. ഞാൻ പറയണമെങ്കിൽ നീ അങ്ങേരോട് എല്ലാം തുറന്നു പറയും. എന്നിട്ടോ? അങ്ങേര് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ നീതുവിന് ഉത്തരമില്ല. കാവിലമ്മ നോക്കിക്കോളും. എത്ര ആയാലും ആ ഉമ്മറത്ത് വളർന്നവരല്ലേ നമ്മൾ. കാവിലമ്മ നോക്കും, ദേവു ഉറപ്പോടെ പറഞ്ഞു. കഴിഞ്ഞില്ലേ? കുറച്ചു കഴിഞ്ഞാൽ അവരിങ്ങെത്തും, ശോഭ പറഞ്ഞു. കഴിഞ്ഞു. അവരിന്ന് എന്തിനാ വരുന്നേ? മുഹൂർത്ത സാരിയൊക്കെ തന്നിട്ട് പോവാൻ. പിന്നെ പെണ്ണിന്റെ സ്വർണം കൂടി കാണുന്ന ചടങ്ങാ ഇത്, അമ്മായി സന്തോഷത്തോടെ പറഞ്ഞു പോകുമ്പോൾ ദേവുവിന്റെ കണ്ണ് ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. മാനെ ഇരുണ്ടിട്ടുണ്ട്. ചന്ദ്രൻ പിണക്കത്തോടെ പാതി മുഖം മറച്ച് നിൽക്കുന്നുണ്ട്. ദേവു എന്തിനോ ചിരിച്ചു. നീതുവും കൂടി അവളെ നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കഴിക്കാൻ വരുന്നില്ലേ നീ? മാലിനി ഡോറിനടുത്ത് നിന്നു. ഞാൻ വന്നോളാം, ദേവു ജനലിൽ നിന്ന് മിഴികൾ മാറ്റാതെ പറഞ്ഞു. മാലിനി അവളെ ഒന്ന് നോക്കി. പഴയ തന്റെ മകളെയല്ല ഇത്. ക്ഷീണിച്ച് കോലം കെട്ടിയിരിക്കുന്നു. മാലിനി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. മോളെ. മാലിനി അവളുടെ തോളിൽ കൈവച്ചു. നോട്ടം മാറ്റാതെ ഒന്ന് മൂളി. ദീപക് നീയുമായി ശരിക്കും എന്താ പ്രശ്നം? ദേവു അമ്മയെ നോക്കി ചിരിച്ചു. അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ, ദേവു പറഞ്ഞു. പറ മോളെ. ദേവു തല വിലങ്ങനെയാട്ടി. പറഞ്ഞാൽ ഈ കല്യാണം മുടങ്ങൂ? മാലിനി തലകുനിച്ചു. ഇല്ലല്ലോ. ദേവു പിന്നെയും ചിരിച്ചു. മാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മുറ്റത്തെ വലിയ പന്തലിൽ നീതുവും അമ്മയും കഴിക്കാനിരിക്കുന്നുണ്ട്.
നീതുവിനെ വേഗം അടുത്തേക്ക് വിളിച്ചു. അവളുടെ മുഖത്തും ഒരു ദുഃഖം തളം കെട്ടി കിടക്കുന്നു. എന്താ അമ്മേ? നീതു ചോദിച്ചു. ദേവുമോളും ദീപക്കും തമ്മിൽ എന്താ കോളേജിൽ വെച്ച് ഉണ്ടായത്? ഒരു സൈഡിലേക്ക് അവളെ മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ മാലിനി പ്രത്യേകം ശ്രദ്ധിച്ചു. അത് ദീപക് ഒരു സൈക്കോ പോലെയാ, നീതു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ? മാലിനി ആദ്യമായി കേൾക്കുന്ന വാക്കിൽ ഉരുകം ചൊളിച്ചു. ദേവുവിനെ ദീപക് പിള്ളേരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പ്രപ്പോസ് ചെയ്തിരുന്നു. അവൾ അപ്പോൾ തന്നെ നോ പറഞ്ഞു. അവളെ അവിടെ തടഞ്ഞു നിർത്തി യെസ് പറയുന്നവരെ അവൻ അവൻ്റെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചു. നീതു പറഞ്ഞു. എന്നിട്ട്? മാലിനിയുടെ കണ്ണ് തുറച്ചു. സഹി കെട്ടപ്പോൾ അവളൊന്ന് തല്ലി. അപ്പോൾ കുട്ടികളൊക്കെ ചിരിച്ചു. ദീപകിനെ ഫ്രണ്ട്സ് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവൻ തന്നെ ഒരിക്കൽ പറഞ്ഞു ഇതിന് പകരം വീട്ടുമെന്ന്. മാലിനി ഭയത്തോടെ ഉമിനീരിറക്കി. അവർ ചുറ്റും തൻ്റെ ഭർത്താവിനെ തിരിഞ്ഞു. നാരായണേട്ട. മാലിനി അയാളുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി. എന്താ? അയാൾ കൈവിടിവിച്ച് ചുറ്റും നോക്കി. ഈ ബന്ധം നമുക്ക് വേണ്ട, മാലിനി പറഞ്ഞു. എന്ത്? നീ എന്താ പറയുന്നേ? നിന്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? അയാളുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു. വേണ്ട ഏട്ടാ, നമ്മുടെ മോളെ അവൻ വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവളെ നമുക്ക് നഷ്ടപ്പെടും, മാലിനി പറഞ്ഞു. നീ ഓരോ ഭ്രാന്ത് പറയാതെ പോ മാലിനി. ദാ അവരെത്തി. നാരായണൻ പഠിക്കാൻ വന്നു നിന്ന് ഗേറ്റിലേക്ക് നോക്കി. മാലിനിയും ദീപക്കും അമ്മയും അച്ഛനും കാറിൽ നിന്നിറങ്ങുന്നു. നീ മോളെ കൊണ്ടുവാ, ആ ഗോൾഡും എടുത്തോ. നാരായണൻ അവരെ സ്വീകരിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മാലിനി നിസ്സഹായിയായി അകത്തേക്ക് കയറി. മുറിയിൽ ദേവ് ഉണ്ടായിരുന്നില്ല. ബാത്റൂമിലാണെന്ന് കരുതി അവർ ഡോറിൽ തട്ടി. അപ്പോഴേക്കും അത് മലർക്കെ തുറന്നിരുന്നു. മാലിനി ഒരു പകപ്പോടെ അവളെ പരതി. ഇല്ല, എങ്ങും കാണുന്നില്ല. അവൾക്ക് തളരുന്ന പോലെ തോന്നി.